വാങ്ങേ നമ്മൾക്കൊരു തിരുമണം പാക്കലാമാ. ഹലോ ഗായ്സ്, നമ്മൾ കുറേ നാളായില്ലേ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട്. ഞാനും കുറേ ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ഇപ്പം നിങ്ങളെ കാണാൻ വരുന്നത്. ഞാനിപ്പോൾ തമിഴിൽ പറഞ്ഞ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ തമിഴ്നാട്ടിലൊരു റിസപ്ഷന് പോവുകയാണ്. കല്യാണം ഇന്നലെ കഴിഞ്ഞു, അതുകൂടി വീണ്ടും തിരിച്ചു വന്നു. കഴിഞ്ഞിട്ട് ഇന്ന് റിസപ്ഷന് പോവാണ്. ഞങ്ങൾ ഇന്നൊരു അടിച്ചു പൊളിച്ച് പോവുകയാണ്. ഞങ്ങൾ ഫ്രണ്ട്സ് ഒപ്പമാണ് പോകുന്നത്, അതുകൊണ്ടാണ് അടിച്ചുപൊളി വന്നത്. ബാക്കി ഫാമിലി എല്ലാം അവിടെ സ്റ്റേ ആണ്. ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ട വന്നു. അത് കാരണമാണ് പിറ്റേന്ന് വീണ്ടും പോകുന്നത്. കാരണം ഞങ്ങൾ 2 ഡേയ്സ് എറണാകുളത്തായിരുന്നു. എൻ്റെ അക്ക ഹജ്ജിന് പോയി. ഞങ്ങൾ ഹജ്ജ് ഹൗസിൽ കൊണ്ടാക്കി അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഫ്ലൈറ്റിലൊക്കെ കയറ്റിയൊക്കെ വിട്ടിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് ഇന്നലെ പോയത്. അപ്പോൾ ആകെ ടയേർഡായതുകൊണ്ട് ഞാൻ കല്യാണ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഒന്നിനും മൂടില്ലായിരുന്നു. കാരണം രാത്രി 1 മണിയൊക്കെ വീട്ടിലെത്തിയിട്ട് പിന്നെ വെളുപ്പിനെ വീണ്ടും കല്യാണത്തിന് ഒരുങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോൾ ടയേർഡായി. വീണ്ടും തിരിച്ചു വന്നു. എന്നിട്ട് വീണ്ടും രാവിലെ ഞങ്ങൾ ഒന്ന് ചില്ലാവാൻ വേണ്ടി ഞങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ്ങിനെയും കൂടെ കൂട്ടി പോവുകയാണ്. ബാക്കി ഫാമിലീസ് 10-30 പേര് അവിടെ സ്റ്റേ ആണ്. അതാണ് തമിഴിലൊക്കെ പറഞ്ഞ് നിങ്ങളെയൊക്കെ ഒന്ന് ഇൻസ്പയർ ചെയ്തതാണ്. നമുക്ക് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസമായിരുന്നല്ലോ. അപ്പോൾ വണ്ടി കയറിയപ്പോൾ മുതലേ അണ്ണനാണെങ്കിൽ വാർത്ത ഇട്ടുകൊണ്ട് വരിക. ഞങ്ങളെ ശ്വാസം ഉറക്കെ വിടാൻ പോലും സമ്മതിക്കുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ്. ഞങ്ങളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് വാർത്തയും കേട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നു. അതായത് ചെങ്കോട്ടയിലോട്ട് കടക്കുകയാണ്. ചെങ്കോട്ട ഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഇപ്പോൾ ഇവിടെ കൃഷിയുടെ സീസണൊന്നും അല്ല. അല്ലെങ്കിൽ 2 സൈഡിലും ഒന്നുകിൽ ചോളം ഇല്ലെങ്കിൽ നെല്ല്. ഇപ്പം നെല്ല് കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങേണ്ടി വന്നു. ഒരാൾക്കൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമായിരുന്നു. ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് ചീത്തയായിപ്പോയി. കാരണം പെട്ടെന്ന് പോയതല്ലേ. അതിനുവേണ്ടി ഒരു പുതിയ കടയുദ്ഘാടനമായിരുന്നു. അവിടെ കയറി ഡ്രസ്സൊക്കെ എടുത്തു. റിസപ്ഷൻ ഹാളിലെത്തി.
താങ്ക് യു. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ശരിയാണ്. സന്തോഷമായോ? സന്തോഷമായോ? പാത്രം കിട്ടി. എനിക്കറിയാന്നില്ല തിന്നോ. ചാനലിന്റെ പേര് നീര് മാത്രമേ ഉള്ളൂ. വേറെ മറ്റേ ഓർക്കറിയാം അടുത്ത നന്ദിത്താ. എനിക്ക് തമ്പിക്ക് അടിച്ച് കാച്ച നമ്മൾ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കമ്പനിയിൽ, നമ്മുടെ ഇവിടെ കമ്പനിയുണ്ട്, 2 കമ്പനിയുണ്ട്, എന്നാൽ അവിടോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കണ്ടല്ലോ, നല്ല മട്ടൻ ബിരിയാണി അവിടെ ഇലയിലൊക്കെയാണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു രീതിയിലല്ല അവിടെ സെർവ് ചെയ്യുന്നത്. പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ച് അതിനകത്തോട്ട് ഇടുവാണ്. പിന്നെ ഐസ്ക്രീമുണ്ട്, പിന്നെ പൈനാപ്പിൾ കൊണ്ട് ഒരു അലുവ പോലൊരു സാധനം ചൂടോടുകൂടി നമുക്കവർ സെർവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അത് നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റൊന്നുമല്ല അവിടെ, അതൊക്കെ വേറൊരു അടിപൊളിയാണ്. അതൊക്കെ കഴിക്കാനൊക്കെ സൂപ്പറായിരുന്നു. അങ്ങനെ നമ്മൾ വന്നു. ഇത് തെങ്കാശിക്കടുത്ത് ആയിക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഫെർട്ടിലൈസർ ആണ് ഇവിടെ ചെയ്യുന്നത്. ഡെലിവറി പിടിച്ചോ? നിങ്ങളത് പിച്ചുന്ന വീഡിയോ ഞാൻ പിച്ചാണ്. സുമിമോള ആ വീഡിയോ എടുക്കുന്നത് ഇങ്ങോട്ട് പിടിച്ചെടുക്കും. ഞങ്ങളിവിടെ സൊള പറയാവേ. കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയില്ല.
അമ്മ വാർത്ത രണ്ടായി നോക്കണം. ഞാൻ ഈ ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളത് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അവിടെ നമുക്ക് മുറുക്കാൻ തരുന്നുണ്ട്. അതിനകത്ത് എന്തോ ഒരു സ്വീറ്റ് വെച്ചിട്ട് നമുക്ക് ദഹിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഞാനത് ഒരെണ്ണം കഴിച്ചു, 2 എണ്ണം 3 എണ്ണം ഞാൻ കഴിച്ചു കേട്ടോ. അത് ചവച്ച് ഇറക്കരുത്, ഇറക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ അറിയാതെ സംസാരിച്ച് ചിരിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. അത് ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് നല്ല എനർജി ആയിരുന്നു. എല്ലാവരും ഒന്നേ കഴിക്കൂ. പിന്നെ വേറൊരു മുറുക്കാനും ഉണ്ട്. പക്ഷേ ഇതാണ് ഒരു പ്രത്യേകതയായിട്ടുള്ളത്. അത് ഞാൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ നിറയെ മാവും നെല്ലിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നെല്ലി ഫുൾ ഉണങ്ങിപ്പോയേക്കാണ്. എനിക്ക് കണ്ടിട്ട് സങ്കടം വന്നിട്ട്. കാരണം 1 വർഷത്തോളമായി ഞാൻ അങ്ങോട്ട് വന്നിട്ട്. ഒരെണ്ണത്തിൽ മാത്രം കുറച്ച് നെല്ലിക്ക ഉള്ളായിരുന്നു. അത് ഞങ്ങളൊക്കെ അതെല്ലാം പറിച്ചു, എല്ലാം പറക്കി. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പം ബാക്കി എല്ലാവരും ഞങ്ങൾ ഫാമിലി എല്ലാം കൂടെ അങ്ങോട്ട് വന്നായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ചെങ്കോട്ടയിൽ എത്തിയപ്പോഴാണ് ഈ പുതിയൊരു കടയാണെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ അവരോട് ചോദിച്ചാൽ പറഞ്ഞാൽ 10 വർഷമായിട്ടുണ്ട്. നമ്മളതുവഴി എല്ലാ മാസത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും ഈ ഷോപ്പ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മുടെ വെള്ളം കുടിക്കുന്ന കുടം എന്തോ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയത് മേടിക്കാനിരിക്കുകയായിരുന്നു. അങ്ങനെ കയറി കുടവും പിന്നെ ഈ മൺചട്ടികൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് മൺപാത്രങ്ങളാണ്. ചട്ടിയാണെങ്കിലും പ്ലേറ്റും ഗ്ലാസും. അത് കോഴിക്കോട് പാലക്കാട് മുതലുള്ള സാധനങ്ങൾ, തമിഴ്നാട്, ഏത് സ്ഥലത്ത് പോയാലും ഞാൻ ഇത് മണ്ണിൻ്റെയും കല്ലിൻ്റെയും ചട്ടിയും പാത്രങ്ങളും ഞാൻ മേടിക്കും. അത് എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അപ്പോൾ ഇവിടെ കയറി ഇങ്ങനെ കുറേ ഷോപ്പിങ്ങൊക്കെ ഞങ്ങൾ ചെയ്തു. കണ്ടിട്ട് മതി വരുന്നില്ല, മേടിച്ചിട്ട് മതി വരുന്നില്ല. പിന്നെ അണ്ണനൊന്നും പറഞ്ഞില്ല, അങ്ങ് മേടിച്ച് തന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മളിങ്ങനെ സീനറികളൊക്കെ കണ്ടിങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ചിങ്ങനെ വരികയാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾ 2-3 റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സായിട്ട് ഇടുന്നതായിരിക്കും. ഇങ്ങനെ വരുന്ന വഴി അപ്പോൾ ഞാൻ വരുന്ന വഴി ഒരു ബോർഡ് കണ്ടായിരുന്നു, കൊള്ളാവോ എന്ന്. അങ്ങോട്ട് പോയപ്പോഴാണ് കണ്ടത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞ അണ്ണേ ഒന്ന് കയറാവോ, ഒന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അകത്ത് ഉള്ളിലോട്ട് കയറിപ്പോണം. അവർ നാച്ചുറലായിട്ടുള്ള പാർക്കും പിന്നെ എല്ലാ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളും എല്ലാം കൂടെ വെച്ച് ഓപ്പൺ ആയിട്ടില്ല. 1/2 കിലോമീറ്റർ ഉള്ളിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ ആണ് ഇതേതോ മലയാളികൾ ചെയ്യുന്ന സംരംഭമാണ്. ഞങ്ങളത് കണ്ട്. ആ സൈഡിൽ നിൽക്കുന്നതൊക്കെ ഞാവൽ മരങ്ങളാണ്. പിന്നെ അകത്ത് കുറേ മരങ്ങൾ, ഫ്രൂട്ട്സ്, നെല്ലി അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം കൂടെ കണ്ട്, അതൊക്കെ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് നമ്മൾക്ക് വരാനുള്ള റോഡിലോട്ട് ഇറങ്ങി. ഇതുപോലായിരുന്നു ജൂനിയർ അവിടെ. മിനിഷേ 3 ചാക്ക് പറക്കിയാലും ഇല്ല ഞാൻ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.